മഴ തോരും മുന്നേ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജ ഈ ഒരു ആക്സിഡന്റോട് കൂടി അലീനയുടെ സ്നേഹം മനസ്സിലാക്കുകയും അതുപോലെ കിടപ്പിലായ വൈജയോട് ബബിത ചെയ്യുന്ന കൊടും ക്രൂരതകൾ നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണെന്ന് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും വൈജയെ ഡിസ്ചാർജ് ആക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, നീ ഒരു തീരുമാനത്തിലെത്തിയോ? എന്റെ വീട്ടിലേക്കാണോ വരുന്നത്, അതോ നീ നിന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ വൈജ ഇങ്ങനെ ചിന്തിക്കും, എന്റെ വീട്ടിലേക്ക് പോയാൽ കമലേട്ടത്തി എന്നെ എന്തായാലും നോക്കില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോ ബാലേന്ദ്രന്റെ കൂടെ പോകുന്നതായിരിക്കും നല്ലത്. ഒരു ഹോം നേഴ്സിനെ വെച്ചാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാണ് വൈജ. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കും, നീ ഒന്നും പറഞ്ഞില്ല, ഞാൻ നിക്കണോ അതോ പോണോ എന്നൊക്കെ ചോദിക്കുമ്പോ, ഹോ, നിങ്ങൾക്ക് ആ ഒരുമ്പെട്ടവളുടെ അടുത്തേക്ക് പോകാനായിരിക്കും ഇത്രയ്ക്ക് തിരക്ക്. എന്തായാലും നിങ്ങൾ ആ ഒരുമ്പെട്ട അലീനയും അങ്ങനെ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കണ്ട. എന്റെ മക്കൾ അനുഭവിക്കേണ്ടതാണ് അവളിപ്പോ അനുഭവിക്കുന്നത്. ഞാനില്ലാത്തത് കൊണ്ട് അവളായിരിക്കും അവിടെ കൊച്ചമ്മ. അവളായിരിക്കും ഇപ്പൊ എന്റെ മക്കളെയൊക്കെ അടക്കി ഭരിക്കുന്നത് എന്നൊക്കെ വൈജ അങ്ങനെ പറയുമ്പോ ബാലേന്ദ്രൻ ചോദിക്കും, ദേ വൈജ, ഇതൊരു ഹോസ്പിറ്റലാണ്, വായിക്കലൊന്നും ഞാനില്ല. നീ നിന്റെ തീരുമാനം പറ. അന്നേരം വൈജ പറയും, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്റെ മക്കൾക്ക് വേണ്ടി. ആ നാശം പിടിച്ചവളെ അവിടുന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടി മാത്രം. ഇത് കേട്ട് ബാലേന്ദ്രൻ ഒന്ന് കളിയാക്കിയ പോലെ ചിരിക്കും. എന്തൊക്കെയായിരുന്നു, ഇനി അവിടേക്ക് വരുന്നില്ല, അലീനയുള്ള വീട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞവളാണ്. കമലേട്ടത്തി അവളെ നോക്കില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ചിരിച്ചോണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കും, നിങ്ങൾ എന്തേ ചിരിച്ചോണ്ട് ആലോചിക്കുന്നേ? അതല്ല വൈജയ്, ചിലരുടെയൊക്കെ വീരവാദോർത്ത് ചിരിച്ചു പോയതാ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകും. അപ്പൊ വൈജ അങ്ങനെ പറയും, നിങ്ങൾ ഈ ചിരിച്ചത് എന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ തോറ്റു തന്നത് ഞാൻ ഈ ഒരു അവസ്ഥയിലായി പോയി. എന്തായാലും ആ അലീനയെ അതേ കാലം ഞാൻ അവിടെ വച്ച് പൊറപ്പിക്കില്ല. അവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവിടുന്ന് അടിച്ചു പുറത്താക്കിയിരിക്കും എന്നൊക്കെ തനി ഇങ്ങനെ പറയണ വൈജയന്തി. അങ്ങനെ പിന്നീട് അതിനുശേഷം വൈജ വീട്ടിലേക്ക് കൊണ്ടുവരും. അന്നേരം അലീന വൈജ പിടിക്കാനായിട്ട് പോകുമ്പോ വൈജ പറയും, നീ എന്നെ പിടിക്കണ്ട, നീ എന്റെ ദേഹത്ത് തൊട്ടു പോകരുത്, നീ ഒരു ഒറ്റൊരുത്തി കാരനാണ് എനിക്കിപ്പോ ഇങ്ങനൊരു അവസ്ഥ വന്നത്. അതുകൊണ്ട് നീ എന്റെ കൺമുന്നിൽ പോലും വന്നു പോകരുതടി. എന്റെ കാര്യങ്ങള് എന്റെ മക്കളും പിന്നെ ഞാനൊരു ഹോം നേഴ്സിനെ വച്ചിട്ടുണ്ട്, അവര് നോക്കിക്കോളും എന്നൊക്കെ പറയണ വൈജ. അത് കേൾക്കുമ്പോ അലീനയ്ക്ക് അവിടെ ഒരുപാട് സങ്കടാകും. അങ്ങനെ രോഹിത്തും ബബിതയും ബാലേന്ദ്രനൊക്കെ ചേർന്നോണ്ട് വൈജയെ പിടിച്ച് വീൽചെയറിലൊക്കെ ഇരുത്തി അകത്തേക്ക് കൊണ്ടുപോയി കിടത്താണ്. അന്നേരം ബബിത പറയും, അമ്മേ, അമ്മ വന്നല്ലോ, എനിക്ക് സമാധാനായി. ഇത്രയും ദിവസം അവളുടെ ഭരണായിരുന്നു ആ നാശം പിടിച്ചവളുടെ. ഇനിയിപ്പോ അമ്മ ഉള്ളത് കൊണ്ട് അവളുടെ പത്തി ഒന്ന് താന്നോളും. അപ്പൊ വൈജ പറയുന്നുണ്ട്, എന്റെ കുടുംബവും എന്റെ ജീവിതം തകർത്ത അവളെ ഞാൻ വെറുതെ വിടില്ല മോളെ. അവളെ കൊന്നിട്ടാണേലും അവളെ ഞാൻ പറഞ്ഞയച്ചിരിക്കും. അതിനു കൂടി വേണ്ടിയിട്ടാണ് അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഞാനൊന്ന് ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റോട്ടെ മോളെ. അമ്മ എന്ത് തീരുമാനിച്ചാലും അമ്മയുടെ കൂടെ ഞാനും രോഹിയേട്ടനുണ്ട്. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അമ്മ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞോണ്ട് ബബിത അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അതിരാവിലെ തന്നെ വൈജ ഏർപ്പാടാക്കിയിട്ടുള്ള ആ ഒരു ഹോം നേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനായിരിക്കും ഡോറ് തുറക്കുക. അവരെ കണ്ട് ബാലേന്ദ്രൻ ചോദിക്കും, എന്ത് വേണം? ആരാ? ഞാൻ ഇവിടുത്തെ വയ്യാതെ കിടക്കുന്ന മേഡത്തെ നോക്കാൻ വന്നതാ. ഹോ, നിങ്ങളാണോ? കയറി വരണം. എന്തൊക്കെയാ നിങ്ങളുടെ ഡിമാൻഡ്? അത് പിന്നെ സാറേ, രാവിലെ 9 മണിക്ക് ഞാൻ വരികയുള്ളൂ. വൈകിട്ട് 5 മണിയാകുമ്പോ ഞാൻ പോകും. അതുപോലെ ടി.വി ഉണ്ടായിരിക്കണം. മാസം 25,000 രൂപ എനിക്ക് സാലറിയും തരണം. ഞായറാഴ്ച എനിക്ക് അവധിയും തരണം. ഹോ, ഇത്രയൊക്കെ ഡിമാൻഡ് ഉണ്ടോ? ഇതൊക്കെ വൈജോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല സാറേ, ഇവിടെ എത്തിയിട്ട് പറയാന്ന് കരുതി. ആ മാഡം എവിടെയാണ് സാറേ എന്നൊക്കെ ചോദിക്കുമ്പോ ബാലേന്ദ്രൻ അലീനെ വിളിക്കും. മോളെ, വൈജയെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ്, അവളുടെ റൂം ഒന്ന് കാണിച്ചു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അവിടുന്ന് പോകും. അന്നേരം ശ്രീ സിസിലി എന്നായിരിക്കും അവരുടെ പേര്. മോളെ, നീ ഇവിടുത്തെ മാഡത്തിന്റെ മകളാണോ? ഏയ് അല്ല, ഞാൻ ഇവിടെ വീട്ടുജോലിക്ക് വന്ന കുട്ടിയാ. അലീന അവർക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കും. മാഡം ഏർപ്പാടേക്ക് ഹോം നേഴ്സാണ്. ആ, കയറി വാ. അയ്യേ, ഇതാണോ റൂം? ഇതിനകത്ത് ടി.വി ഒന്നില്ലേ? ടി.വി ഒന്നും ഇല്ലാതെ എനിക്ക് എങ്ങനെ നേരം പോകാനാ? അപ്പോൾ അത് കേട്ടോണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് വരും. എന്താ, ടി.വി കാണാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അതല്ല സാറേ, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീട്ടുകളിൽ നിന്നിട്ടുണ്ട്. അവിടെയൊക്കെ റൂമിലടക്കം ടി.വി ഉണ്ടാകും. ആ, എന്നാ ഇവിടെ ടി.വി ഇല്ല. ഇവിടെ ഒരു ടി.വി ഉള്ളൂ, അത് ഹോളിലാണ്. അപ്പൊ സിസിലി പറയുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം സാറേ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനോട് പറഞ്ഞ അതേ ഡിമാൻഡും കാര്യങ്ങളൊക്കെ വൈജയുടെ അടുത്ത് പറയണം അവര്. അന്നേരം വൈജ ചോദിക്കും, അതെങ്ങനെ ശരിയാകും? സൺഡേ ലീവ് ഒന്നും തരാൻ പറ്റില്ല. ഞായറാഴ്ച പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ആരും നോക്കും? അതെന്താ മാഡം, ഇവിടെ മാഡത്തിന്റെ ഭർത്താവും മക്കളൊക്കെ ഇല്ലേ? പോരാത്തതിന് ഒരു വീട്ടുവേലക്കാരിയുണ്ട്. ഒരു ദിവസമൊക്കെ അവര് നോക്കിക്കോളും മാഡത്തെ. ഏയ്, അതൊന്നും പറ്റില്ല, ഞായറാഴ്ച ലീവ് തരാൻ പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ നീ പറഞ്ഞ ശമ്പളത്തിലും കൂടുതൽ തരാം എന്നൊക്കെ പറയണ വൈജ. അന്നേരം സിസിലി പറയും, ഇല്ല മാഡം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് ലീവ് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ മാഡം വേറെ ആരെങ്കിലും നോക്കോ എന്നൊക്കെ പറയണ സിസിലി. അപ്പോ വൈജ അവിടെ അങ്ങനെ ചിന്തിക്കും, ഇനിയിപ്പോ വേറെ ആളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ദിവസല്ലേ, ഭാവിതയെ രോഹിത്തൊക്കെ ഉണ്ടാകുമല്ലോ ഞായറാഴ്ച ആയതുകൊണ്ട് എന്നൊക്കെ ചിന്തിച്ച് വൈജ പറയുന്നുണ്ട്, ഓക്കെ.
ഒരു ദിവസല്ലേ നിങ്ങൾക്ക് ലീവ് തരാം എന്നൊക്കെ പറയുമ്പോ വൈജയുടെ ഹോംനെസ് ആയിട്ട് അവരവിടെ ഫിക്സ് ആക്കാണ്. അങ്ങനെ സിസിലി വൈജയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവര് പോയി ടിവി കാണും. കുറെ സമയം കഴിയുമ്പോ വാഷ്റൂമിൽ പോകാനായിട്ട് വൈജ അവരെ വിളിക്കുന്നുണ്ടേലും അവര് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അങ്ങനെ അലീന പോയി നോക്കും. എന്താ മാഡം, മാഡത്തിന് വല്ലതും വേണോ? എനിക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിക്കാൻ നീ ആരടി? നിന്നെ ഇപ്പോ ആരാടി ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ വിളിച്ചത് സിസിലിയല്ലേ? അപ്പോൾ അലീന അവരുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, വൈജ മാഡം നിങ്ങളെ വിളിക്കുന്നു. അവിടെ നിക്ക് കൊച്ചേ, ഈ സീരിയൽ ഇപ്പൊ കഴിയും, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി നോക്കാം എന്നൊക്കെ പറയാണ്. അന്നേരം അലീന പോയിട്ട് ടി വി അങ്ങ് ഓഫാക്കും. ദേ കൊച്ചേ, നീ എന്തിനാ ഇപ്പൊ ടി വി ഓഫാക്കിയേ? പിന്നെ പിന്നെ ഞാൻ എന്ത് വേണം? നിങ്ങൾ ഇവിടെ മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനല്ലേ നിർത്തിയിരിക്കുന്നത്? അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയാണ്. അന്നേരം അവര് പോയി വൈജോട് ചോദിക്കും, മാഡം വിളിച്ചിരുന്നോ? നിങ്ങൾ എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം എന്നൊക്കെ പറയുമ്പോ ആ ഹോംനെസ് വൈജയെ വാഷ്റൂമിലൊക്കെ കൊണ്ടുപോകും. ക്യാഷ് കൊടുത്ത് നിർത്തിയെങ്കിലും അവര് വൈജയെ മര്യാദയ്ക്ക് നോക്കുന്നില്ല. അങ്ങനെ ഒടുക്കം ഒരു ദിവസം സൈ കേട്ട് വൈജാനെ പറഞ്ഞു വിടും. എന്നിട്ട് വൈജ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, എന്നെ ഇനി എന്റെ മക്കള് നോക്കിയാ മതി. അന്നേരം ഭവിത അവിടെ ഉണ്ടാകും. എന്നിട്ട് ഭവിത പറയും, അയ്യോ അമ്മേ, ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഉള്ളതാണ്. ഹോ, അമ്മേക്കാൾ വലുതാണോടി ക്ലാസ്? എനിക്ക് എന്തായാലും ക്ലാസ് പോയേ പറ്റൂ അമ്മേ. അമ്മ ഒരു കാര്യം ചെയ്യ്, അലീന എന്തായാലും നമ്മൾ ശമ്പളം കൊടുത്തല്ലേ നിർത്തിയിരിക്കുന്നത്, ഇവള് തന്നെ ചെയ്യട്ടെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും. അന്നേരം വൈജ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോയാലും ഇവളുടെ ഒരു സഹായം പോലും എനിക്ക് വേണ്ട, എന്നെ നിങ്ങൾ നോക്കിയാ മതി എന്നൊക്കെ പറയണ വൈജ. ഇത് കേൾക്കുമ്പോ ബാലേന്ദ്രൻ അവിടെ ഒന്ന് ചിരിക്കും. എന്നിട്ട് ഭവിതയോട് പറയും, കേട്ടല്ലോ, നാളെ തൊട്ട് സ്കൂളിൽ പോകുന്നതിന്റെ മുന്നേ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നീ വേണം നോക്കി ചെയ്യാനായിട്ട്. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചല്ലേ, അത് ഞാൻ കൊടുത്തോളാം. പിന്നെ വൈകിട്ടുള്ളത് അപ്പോഴേക്ക് നിങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എത്തുമല്ലോ. ഇത് കേൾക്കുമ്പോ ആകെ പെട്ടുപോയ പോലെയാണ് ഭവിത നിൽക്കുന്നത്. ഭവിതയുടെ ഒന്നും പറയാതെ ഭവിത അങ്ങ് പോകും. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം അതിരാവിലെ തന്നെ ബാലേന്ദ്രൻ ഭവിതയെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. എന്താച്ചാ, നേരം വെളുത്തിട്ടില്ലല്ലോ, ഞാൻ കുറച്ചു സമയം കൂടി കിടക്കട്ടെ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അപ്പൊ മോളെ, നീ ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നോ? അമ്മയുടെ കാര്യങ്ങളൊക്കെ നീയല്ലേ നോക്കേണ്ടത്. അത് കേട്ട് ഭവിതയുടെ ഒന്നും പറയില്ല. മോള് വേഗം അമ്മയുടെ അടുത്തേക്ക് ചെല്ല്, അമ്മ മോളെ തിരക്കി. അപ്പൊ ഭവിതയുടെ മനസ്സില്ല മനസ്സോടു കൂടി വൈദ്യരുടെ അടുത്തേക്ക് പോകും. എന്താ അമ്മേ, അമ്മ എന്തിനാ എന്നെ തിരക്കിയത്? അത് പിന്നെ മോളെ, എനിക്കൊന്ന് വാഷ്റൂമിലൊക്കെ പോകണം, നീ ഒന്ന് എന്നെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോകണം. എന്താ ഞാനോ? എനിക്കൊന്നും പറ്റില്ല, എനിക്കതൊന്നും ശീലല്ലല്ലോ അമ്മേ, ഞാൻ അമ്മയുടെ ഹോം നേഴ്സ് അല്ലല്ലോ. എന്താടി നീ പറഞ്ഞ ഹോം നേഴ്സോ? സ്വന്തം അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഹോം നേഴ്സ് ആണെന്നുണ്ടോ? നിന്നെയൊക്കെ ഇത്ര കാലം നോക്കി വളർത്തിയതല്ലേടി ഞാൻ, അത് പിന്നെ അമ്മയുടെ കടമയല്ലേ. അമ്മ ഇപ്പൊ തൽക്കാലം അമ്മയുടെ വാശിയൊക്കെ മാറ്റിവെക്ക്, അമ്മയുടെ കാര്യങ്ങളൊക്കെ അലീനയോട് ചെയ്യാൻ പറ. അമ്മയ്ക്ക് വെള്ളമോ ഭക്ഷണോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം, അല്ലാതെ വാഷ്റൂമിൽ കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റില്ല. ഇത് കേൾക്കുമ്പോ വൈജയുടെ കണ്ണൊക്കെ നിറയും. ഒരു സൈഡിൽ നിന്നുകൊണ്ട് ബാലേന്ദ്രനും ഇതൊക്കെ കേൾക്കുന്നുണ്ടാകും. അങ്ങനെ വൈജ പറയുന്നുണ്ട്, മതിയടി, നീ ഒന്നും ചെയ്യണ്ട, നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയ എനിക്ക് ഇത് തന്നെ കിട്ടണം, നീ പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോ ഭവിത ഇടന്ന് പോകും. അപ്പൊ പുറത്ത് ബാലേന്ദ്രൻ നിൽപ്പുണ്ട്. ഭവിത ബാലേന്ദ്രനെ ഒന്ന് നോക്കി ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്ന് പോകാണ്. എന്നിട്ട് ബാലേന്ദ്രൻ വൈദ്യരുടെ അടുത്ത് പോയിട്ട് പറയും, നിന്റെ മക്കളുടെ തനി സ്വരൂപം നിനക്കിപ്പോ മനസ്സിലായല്ലോ. നീ ഒറ്റ ഒരുത്തിയടി അവരെയൊക്കെ ഇങ്ങനെയാക്കിയത്, നീ അനുഭവിച്ചോ? നിന്നോട് ഞാൻ വീണ്ടും ചോദിക്കാം, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വെറും ഹോം നേഴ്സ് ആയിട്ട് മാത്രം ശമ്പളത്തോടു കൂടി അലീന നോക്കണോ വേണ്ടയോ, നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം. അപ്പൊ വൈജാടെ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് തല താത്തിയിട്ട് പറയും, എന്നാ അവള് നോക്കട്ടെ. എന്ന് വെച്ച് എനിക്ക് അവളോടുള്ള ദേഷ്യത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല. ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റാൽ ആ നിമിഷം തന്നെ ഞാൻ അവളെ അടിച്ചു പുറത്താക്കിയിരിക്കും, വെറും ഒരു ഹോംലെസ് ആയിട്ട് മാത്രം എന്നൊക്കെ പറയണ വൈജ. അങ്ങനെ ബാലേന്ദ്രൻ അലീനയോട് കാര്യങ്ങൾ മൊത്തം പറയും. അലീനയ്ക്ക് അത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷാകും. കാരണം തന്റെ അമ്മയെ നോക്കാനായിട്ട് അവൾ ഏറെക്കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അലീന പറയും, ഞാൻ നോക്കിക്കോളാം അച്ഛാ, അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഒരു കുറവും കൂടാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ സന്തോഷപൂർവ്വം അലീനയുടെ പറയുന്നുണ്ട്. പിന്നീട് അലീന വൈജയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അലീനെ കാണുമ്പോ തന്നെ വൈജയ്ക്ക് അത് ദേഷ്യം വരും. നീ ജയിച്ചെന്ന് വിചാരിക്കേണ്ടടി, ഞാൻ ഈ കിടപ്പിൽ നിന്നൊന്ന് എഴുന്നേറ്റോട്ടെ, അത് വരെയുള്ളൂ നിന്റെ അടുത്ത് സുഖവാസം, അത് കഴിഞ്ഞ പിന്നെ ഞാൻ നിന്നെ അടിച്ചു പുറത്താക്കിയിരിക്കും എന്നൊക്കെ വൈജ പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ എന്ത് വേണേലും ചെയ്തോ, എനിക്ക് ഒരു പരാതിയുമില്ല, അതുവരെയെങ്കിലും മാഡത്തിന്റെ കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ ഞാൻ നോക്കിക്കോളാം, സ്വന്തം മക്കള് നോക്കുന്ന പോലെ മാഡത്തെ ഞാൻ നോക്കാം. ഓ, നീ അത്രയ്ക്ക് പുണ്യാളത്തൊന്നും ആകേണ്ടടി, നിന്നെ പോലെ ഒരു പിഴച്ചവളെ ഞാൻ എന്റെ മകളായി കാണുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട. എന്റെ കുടുംബം തകർത്തവളാടി നീ. ഇപ്പൊ ഞാൻ ഈ ഒരു കിടപ്പിലായി പോയി. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ മാഡം, മാഡം എഴുന്നേറ്റ് കഴിഞ്ഞാൽ സാറ് പറഞ്ഞാൽ ആ ഒരു നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് പോകും. മാഡം സാറും സുഖമായിട്ട് ജീവിക്കുന്നത് കണ്ടാ മതി എനിക്ക്. ഇപ്പൊ എന്തായാലും ഞാൻ മാഡത്തിന്റെ വെറൊരു ഹോംനെസ് മാത്രാണ്. ആ ഒരു പരിഗണന മാത്രം മാഡം എനിക്ക് തന്നാ മതി. മാഡത്തിന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് അലീന വൈജയെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് വൈജയ്ക്ക് ഫുഡും മരുന്നൊക്കെ കൊടുത്ത ശേഷം അലീന അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമോള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരും. എന്നിട്ട് ബാഗൊക്കെ അവിടെ വെച്ച ശേഷം വൈജയുടെ അടുത്ത് പോകുന്നുണ്ട്. അന്നേരം വൈജ പറയും, എന്ത് വേണം? അമ്മ ചത്തോന്ന് അറിയാൻ വേണ്ടി വന്നതാണോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ പിന്നെ ഞാൻ എന്ത് പറയണം? നിങ്ങൾക്കൊക്കെ സ്കൂളും പഠിത്തമൊക്കെയല്ലേ വലുത്. അമ്മ ചത്താലെന്ത്? അമ്മ ജീവിച്ചാലെന്ത്? അമ്മയെ നോക്കാൻ ഒരു മക്കൾക്ക് നേരമില്ല. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ ആരാ നോക്കാതെ നിക്കുന്നത്? എന്റെ അമ്മയെ ഞാൻ നോക്കും. എനിക്ക് എല്ലാത്തിനും വലുത് എന്റെ അമ്മയും അച്ഛനാണ്. ഹോ, നീ ഇങ്ങനെങ്കിലും പറഞ്ഞല്ലോ മോളെ. നിന്റെ ചേച്ചി ഉണ്ടല്ലോ, അവൾക്ക് എന്നെ നോക്കാൻ പോലും വയ്യ. ഇന്ന് ഞാൻ അവളോട് എന്നെ ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ അവള് പറഞ്ഞത് അവൾ എന്റെ വേലക്കാരി അല്ലെന്നാണ്. ഹോ, ചേച്ചിയുടെ സ്വഭാവല്ലേ അമ്മ ഇനി മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ചേച്ചിയുടെ സ്ഥാനത്ത് അലീന ചേച്ചി ആയിരുന്നെങ്കിൽ അമ്മയെ പൊന്നു പോലെ നോക്കിയേനെ. ഹോ, തുടങ്ങി അവൾ. ഇനി അലീന പുരാണം പറയാതെ ഇവിടുന്ന് പോകാൻ നോക്കടി. അമ്മയ്ക്കല്ലെങ്കിലും നല്ലതേതാ ചീത്തതേതാന്ന് തിരിച്ചറിയില്ല. എന്തായാലും ഈ ഒരു ആക്സിഡന്റോട് കൂടി അമ്മയെല്ലാം മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കൃഷ്ണമോൾ അവിടുന്ന് പോകും. പിന്നീട് കുറച്ചു ദിവസം കഴിയുമ്പോ വൈജിക്ക് അലീനയുടെ അടുത്ത് കുറച്ച് സോഫ്റ്റ് കോർണർ ഒക്കെ തോന്നുന്നുണ്ട്. കാരണം ബബിതയും രോഹിത്തും തന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അലീനയാണെങ്കിൽ തന്റെ കാര്യങ്ങളെല്ലാം ഒരു മടിയും കൂടാതെ ചെയ്തു തരുന്നു. ഇതുപോലെ തന്റെ മക്കളും തന്നെ നോക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ വൈജ അവിടെ ആഗ്രഹിച്ചു പോവാണ്. ഇതുപോലെ തന്റെ മക്കളും തന്നെ നോക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ വൈജ അവിടെ ആഗ്രഹിച്ചു പോവാണ്. എന്തായാലും ഇതോടും കൂടി വൈജയ്ക്ക് അലീനയോടുള്ള ദേഷ്യമൊക്കെ മാറും. വൈജ തിരിച്ചറിയുന്നുണ്ട് അലീനയുടെ സ്നേഹം. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.